അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മുടെ അടുക്കളയിലെ കുറച്ച് കലാപരിപാടികളാണ്. അപ്പോൾ നമ്മൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളൊരു തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ്. നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള എന്താ പറയുക, എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിട്ട് ഇരിക്കുകയായിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നൊരു ഷോർട്ട്സ് ഇട്ടതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചില ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയിടാന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂറിൻ ഇൻഫെക്ഷനോ അങ്ങനെ അതുമായി സംബന്ധിച്ച് എന്തോ ആണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പറഞ്ഞു ഇപ്പോഴത്തെ കാലാവസ്ഥയുടെയാണെന്ന് പറഞ്ഞു. കറക്റ്റ് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ വീണ്ടും വായോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല മേലും കൈവേദന ഉണ്ടായിരുന്നു. എന്താ പറയുക, യൂറിൻ ഇൻഫെക്ഷൻ്റെ തന്നെ കുറച്ച് സിംറ്റംസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും അതൊന്നുമല്ല, നമ്മുടെ കാലാവസ്ഥയുടെ കുറച്ച് പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മരുന്നൊക്കെ കഴിച്ച് കറക്റ്റ് 3 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഓക്കെ സെറ്റായിട്ടാണ്. അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് എനിക്ക് നല്ല മേലും കൈയും വേദന, പനി, ചുമ, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിവരം തിരക്കിയിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ബീഫ് വെക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ടുണ്ടായിരുന്നു ബീഫ് മേടിച്ചിട്ട്. കൂടുതൽ നമ്മൾ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മേടിച്ച് ഒതുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് ബീഫ് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. ബീഫ് മേടിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ഗ്യാസ് കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ യുദ്ധമൊക്കെ വന്നപ്പോഴത്തേനും ഗ്യാസൊക്കെ ഭയങ്കര ഒരുപാട് ലേറ്റായിട്ടാണ് കിട്ടുക എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷനായിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഗ്യാസൊക്കെ വേഗം വേഗം കിട്ടിയിരുന്നു കേട്ടോ. നമുക്ക് അധികം ഡിലേ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ആദ്യത്തെ വട്ടം നമുക്ക് 2 ആഴ്ച എനിക്ക് ഗ്യാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ച ടൈം എന്തായാലും എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്യാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കുറ്റിയേ ഉള്ളൂ. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ആഴ്ച നമ്മൾ എന്ത് ചെയ്യും? അടുപ്പാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മഴക്കാലമാണെങ്കിൽ തീരെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ പുകക്കുഴലിൽ കൂടെയൊക്കെ വെള്ളത്തിൻ്റെ ചാറ്റലും മഴ പെയ്യുമ്പോൾ അതിൻ്റെ ചാറ്റലും എല്ലാം കൂടി ആക്കിയിട്ട് അതൊരു പരിവായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അകത്ത് നിൽക്കാൻ പറ്റില്ല. അടുപ്പ് കത്തിച്ച് നമുക്ക് അകത്ത് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പിന്നെ കറണ്ടിൻ്റെ അടുപ്പ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിങ്ങും കറണ്ടിൻ്റെ അടുപ്പും തമ്മിൽ മാച്ച് ചെയ്യാത്ത പോലെയാണ്. കറണ്ടിൻ്റെ അടുപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്യൂസ് പോവും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ കത്തിപ്പോവും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഗ്യാസ് എന്തായാലും 2 ആഴ്ച കിട്ടുമല്ലോ. അപ്പോൾ ഏകദേശം അടി എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നമുക്ക് ഗ്യാസ് എത്തണ പരിവ് നമുക്ക് കുറ്റി എനിക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് ഗ്യാസൊക്കെ ബുക്ക് ചെയ്തു. പക്ഷേ ഇന്നലെ ബുക്ക് ചെയ്തു, ഗ്യാസ് നാളെ വരും എന്ന് പറഞ്ഞ പോലെ. അതായത് ഒരു 2 ദിവസത്തിന് ഡിഫറൻസ്. അതായത് ബുക്ക് ചെയ്ത ഒരു ദിവസം, അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഗ്യാസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് തലേ ദിവസം രാത്രി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഗ്യാസ് പ്രതീക്ഷിക്കാത്ത ടൈമിൽ കിട്ടേണ്ടതാണ്. എന്നാൽ ഒരു ദിവസം ആഞ്ഞ് പിടിച്ചാൽ ചിലപ്പോൾ തീരാവുന്ന ഗ്യാസേ ഉള്ളൂ. അതെനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീഫ് മേടിച്ച് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ പണികളും ഗ്യാസുമ്മ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് അങ്ങോട്ട് തീർന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ബീഫും വാങ്ങി നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും കോള് വന്നു, ഗ്യാസ് എടുക്കാൻ ആൾ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും 2 ദിവസം ഓടാനുള്ള ഗ്യാസ് തന്നെ അതിലുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ അത്ര വിഷമമില്ല. എന്നാലും ചെറിയ വിഷമമൊക്കെ ഉണ്ട്. നമ്മൾ അടുക്കളയിൽ പെരുമാറുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെയാണ് അതിൻ്റെ ഒരു ഗ്യാസൊക്കെ 2 ദിവസം വേസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ 2 ദിവസം അതും കൂടി യൂസ് ചെയ്യായിരുന്നു എന്നുള്ള ഒരു വിഷമമൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ, അപ്പം നമുക്കിന്ന് ബീഫാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് യൂസ് ചെയ്ത് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബീഫ് വീട്ടിലെത്തുമ്പോഴേക്കും ഗ്യാസ് കുറ്റി അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാലും പുതിയ കുറ്റിയൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ ബീഫ് തന്നെ ഫസ്റ്റ് ഞാൻ വെച്ചു കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ബീഫൊക്കെ നമ്മൾ വെക്കുന്നത്. എനിക്ക് കൂടുതലും ചിക്കൻ വെക്കാനാണ് താല്പര്യം, ചിക്കൻ മേടിക്കാനാണ് താല്പര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ വേറെ വെറൈറ്റി ഐറ്റംസ് ട്രൈ ചെയ്യാനുള്ളൊരു ഇത് വരും എനിക്ക്. അങ്ങനെ കട്ട്ലേറ്റ്, ലോഡഡ് ഫ്രൈസ്, അല്ലെങ്കിൽ ഷവർമ്മ, എന്തെങ്കിലും ഹോം മെയ്ഡ് ഐറ്റംസൊക്കെ ഞാൻ ട്രൈ ചെയ്യാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ട്രൈ ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പം എന്താ ചെറുവ പോക്കറ്റ് ഷവർമ്മ അല്ലെങ്കിൽ ലോഡഡ് ഫ്രൈസാണ് ഇപ്പോൾ മെയിനായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ബീഫും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് വെച്ച് ഒതുക്കി അന്നത്തെ പണി നൈസ്. അപ്പോൾ 2 ദിവസത്തേക്ക് നമുക്ക് ബീഫ് കറി ഉണ്ടാവും, പൊറോട്ട മേടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ നമ്മൾ ബീഫ് തന്നെ മേടിച്ചത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീഡിയോസൊക്കെ ആരെങ്കിലും കണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. നമുക്കങ്ങനെ വലിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഓൾമോസ്റ്റ് നമുക്ക് സബ്ബൊക്കെ ആയി വരുന്ന ടൈമായിരുന്നു. എന്താ പറയുക, നമുക്ക് യൂട്യൂബിൽ തന്നെ കുറച്ച് സപ്പോർട്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നമ്മൾ കുറച്ച് ചില കൂട്ടുകാരൊക്കെ എനിക്ക് എൻ്റെ ചാനൽ സബ് ചെയ്ത് എനിക്ക് ഒരു വലിയ സബ്ബല്ല, ഒരു 150 ആയി വരുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് സബ്ബൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുടർന്ന് ഷോർട്സൊക്കെ പോസ്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ആ പോയ സബ്ബൊക്കെ കയറി വരത്തുള്ളൂ. അതെനിക്ക്
ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് മിക്കവരും എന്താ പറയുക പോസ്റ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കമൻസിൽ ഇടുന്നത് കണ്ടിട്ടുണ്ട്, നമ്മുടെ സബ്ബൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും എനിക്കത് അറിയണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാൻ, നമ്മൾ ഏതൊരു ഇതിലേക്ക് ഇറങ്ങുമ്പോഴും അല്ലേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അപ്പോൾ മനസ്സിലായി എന്താണ് നമ്മൾ കൂടുതൽ ഷോർട്സൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് പോയ സബ്ബൊക്കെ കയറി വരും കേട്ടോ. അപ്പോൾ എന്തായാലും തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ സബ്ബൊക്കെ കൂട്ടാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. എനിക്ക് ഈ കിച്ചണിലത്തെ വീഡിയോസ് ആയിരിക്കും കൂടുതൽ ഞാൻ ഇടുന്നത്. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും കിച്ചണിലാണ്. പിന്നെ ഒത്തിരി വ്ളോഗേഴ്സ്, എനിക്ക് ആദ്യമൊക്കെ നല്ല മടിയായിരുന്നു കേട്ടോ ഇങ്ങനെ വീഡിയോസ് കിച്ചണിൽ തന്നെ എടുത്തിടാൻ. എന്നും ഈ അടുക്കളയും ഇതൊക്കെ തന്നെയല്ലേ, ഗ്യാസൊക്കെ ഇന്നല്ലേ കാണിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ എൻ്റെ ചില ഫ്രണ്ട്സ് കേട്ടോ, നമുക്ക് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ അധികമൊന്നുമില്ല, 1-2 പേര് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നീ അങ്ങനത്തെ വീഡിയോസ് ഇടടി, അത് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് വരും, നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനും അങ്ങനെയൊക്കെ. പിന്നെ പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടുക, വീഡിയോസ് ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻസൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിലും പോസ്റ്റ് ചെയ്യുന്നത് ഹസ്ബൻഡിൻ്റെ ഫോണിലുമാണ്. അപ്പോൾ ആൾ വർക്കിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫോൺ കിട്ടത്തില്ല. അപ്പോൾ ആൾ 2 ദിവസമൊക്കെ കൂടുമ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ ടൈമിങ്ങും ഈ ടൈമിങ്ങൊക്കെ കൂടി കറക്റ്റ് വന്നാൽ എനിക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ ഫോൺ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ പോലും വീഡിയോസ് ഉണ്ടാവില്ല. കറക്റ്റ് പോസ്റ്റ് ചെയ്യാൻ നല്ലൊരു വീഡിയോ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് പാചകവും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോസിൽ കൂടുതലും. അപ്പോൾ നമ്മൾ കൊള്ളിയിട്ടിട്ടാട്ടോ ബീഫ് വെക്കുന്നത്. ഇവിടെ കൊള്ളിയിട്ടിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. എനിക്കങ്ങനെ കായിട്ട് വെക്കുന്നതിലും കൂടുതൽ ഇഷ്ടം കൊള്ളിയിട്ട് വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഉണ്ടായിരുന്നത്. അങ്ങനെ കൊള്ളിയിട്ടിട്ടാണ് നമ്മൾ ബീഫ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു എന്താ പറയുക, വിശേഷം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വീഡിയോസ് നല്ല ഉഷാറായിട്ട് ഇടാനുള്ള പ്രതീക്ഷയിലാട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഞാൻ കണ്ടുപോകുന്ന വീഡിയോസ് കൂടുതലും ഇപ്പം എൻ്റെ യൂട്യൂബിൽ വരുന്ന വീഡിയോസൊക്കെ ഇതുപോലെ കിച്ചണിൽ പണിയെടുക്കുന്ന വീഡിയോസ് ഇടുന്നത് ചേച്ചിമാരും താത്തമാരും ഒക്കെ ആട്ടോ കൂടുതലും എനിക്ക് സജഷൻസ് വരുന്നത്. അതാണ് ചിലപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ഇൻസ്റ്റയിൽ വരെ നമുക്ക് വരുന്നത് ഇങ്ങനത്തെ കുക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് സജഷൻസിലൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബീഫും കൊള്ളിയൊക്കെ ഏകദേശം തിളച്ചു. പിന്നെ നമ്മൾ ചോറ് കഴിക്കണം. ബീഫൊക്കെ അതിൻ്റെ ശേഷം ഒത്തിരി ടൈം എടുത്തിട്ടാട്ടോ ഞാൻ ഫുഡ് കഴിച്ചത്. എന്താ വെച്ചാൽ എനിക്ക് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാലും പിറ്റേ ദിവസത്തേക്ക് കഴിക്കുന്നതാണ് കുറച്ചും കൂടി താല്പര്യം. എനിക്ക് അപ്പം തന്നെ കഴിക്കാൻ വലിയ താല്പര്യമില്ല. പിന്നെ വല്ല പൊറോട്ടയോ വെള്ളയപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് പിറ്റേ ദിവസം ട്രൈ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം കേട്ടോ. അപ്പോൾ ബീഫും കൊള്ളിയൊക്കെ സെറ്റപ്പായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കണം. പിന്നെ പിന്നെ മോളെ പഠിപ്പിക്കാനുണ്ട്. ഇപ്പോൾ ഈ ഒരു വയ്യായ്കയൊക്കെ വന്ന കാരണം മോളെ പഠിപ്പിക്കലൊക്കെ കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം സെറ്റപ്പാക്കി എടുക്കണം. എല്ലാം 1 മുതൽ തുടങ്ങണം എന്ന് പറയുന്ന പോലെയാണ്. അടുക്കള ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, മറ്റു കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. പിന്നെ എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്ത് തീർക്കാനുള്ളത്. അപ്പോൾ എന്താ പറയുക, കുറച്ചധികം കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒരു ടൈമിൽ ചെയ്ത് തീർക്കാൻ. നമ്മുടെയും നമ്മുടെ ഫാമിലിയിലത്തെയും കാര്യങ്ങളാട്ടോ, അല്ലാതെ എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല. അപ്പോൾ എല്ലാം നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. നമുക്ക് എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ തിരിച്ചും സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്, എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത് കുറച്ചുണ്ട്, എന്നാലും എനിക്ക് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വരുന്ന ടൈമാണ്. പിന്നെ കുറച്ച് മടി പിടിച്ചു കേട്ടോ. അതായത് വയ്യാതായിട്ടുള്ള ആ ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടത്, അങ്ങനത്തെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മടിയായി. പിന്നെ ഇന്നിടാം, നാളെ ഇടാം, മറ്റന്നാൾ ഇടാം വീഡിയോസ് അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മടി പിടിച്ച് കാര്യമില്ല, നമ്മൾ ഇതിലേക്കായിട്ട് ഇറങ്ങിയേക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റേതായ ആ ഒരു ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ അടുക്കളയിലത്തെ കുറച്ച് പാചക കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കൂടുതലും. പിന്നെ ഇതിൽ നിന്നൊരു മാറ്റം വരിക എന്ന് പറയുമ്പോൾ മാറ്റം ആയിട്ട് ഞാൻ വരും. കാരണം വെച്ചാൽ ഒരു എന്താ പറയുക, അതിനായിട്ടുള്ളൊരു സ്പേസ് സിറ്റുവേഷൻസൊക്കെ നമുക്ക് വേണമല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ആയിട്ട് എന്തായാലും പുതിയൊരു വീഡിയോ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ അത് എന്താണെന്ന് പറയുന്നില്ല. എന്തായാലും വഴിയെ നമുക്കതൊക്കെ നമ്മുടെ വീഡിയോസിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചേട്ടാ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.